അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 1 വ്യാഴാഴ്ച. പഹൽഗാം കൂടാതെ മറ്റ് 3 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടി ഭീകരർ ആക്രമണത്തിന് പരിഗണിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ. പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരർ ഏപ്രിൽ 15 പഹൽഗാമിലെത്തുകയും ബൈസരൻ വാലി ഉൾപ്പെടെ 4 സ്ഥലങ്ങളിൽ നിരീക്ഷണം നടത്തുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. ആരുവാലി, പ്രാദേശിക അമ്യൂസ്മെന്റ് പാർക്ക്, ബേത്താബ് വാലി എന്നിവയായിരുന്നു മറ്റ് 3 ലക്ഷ്യങ്ങൾ. ഇവിടെയും ഭീകരർ നിരീക്ഷണം നടത്തിയിരുന്നുവെങ്കിലും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ആക്രമണം നടത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നുവെന്നും അന്വേഷണ സംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇന്ത്യ പാക് അതിർത്തിയിൽ നാവിഗേഷൻ സിഗ്നലുകൾ തടയുന്ന ജാമറുകൾ സ്ഥാപിച്ച് ഇന്ത്യ. പാകിസ്ഥാന്റെ സൈനിക വിമാനങ്ങളുടെ നാവിഗേഷൻ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്താനാണ് ഈ നീക്കം എന്നാണ് റിപ്പോർട്ട്. നേരത്തെ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമപാതയിലേക്കുള്ള പ്രവേശനം വിലക്കിയിരുന്നു. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ 6 ഭീകരർക്കായി അനന്ത്നാഗ് മേഖലയിലെ സമ്പൂർണ്ണ തിരച്ചിൽ 30 മണിക്കൂർ പിന്നിട്ടു. ഇവർ ജമ്മുവിലേക്ക് കടക്കുന്നതടക്കം തടഞ്ഞുകൊണ്ടുള്ള തിരച്ചിലാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി അനന്ത്നാഗ് മേഖല വളഞ്ഞാണ് സൈന്യം തിരച്ചിൽ നടത്തുന്നത്. ഭീകരാക്രമണം നടന്ന പഹൽഗാം NIA മേധാവി സദാനന്ദ് വസന്ത് ദത്തെ സന്ദർശിച്ചു. ഞായറാഴ്ചയാണ് NIA സംഘം കേസ് ഏറ്റെടുത്തത്. തെക്കൻ കാശ്മീരിൽ ഇപ്പോഴും തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന് NIA വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അതിർത്തിയിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ. ഉറി, കുപ്വാര, അക്നൂർ മേഖലകളിൽ പാകിസ്ഥാൻ സൈന്യം വെടിവെയ്പ് നടത്തി. ഇതിനിടെ ഇന്ത്യ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പാക് വിദേശകാര്യമന്ത്രി പറഞ്ഞു. സിന്ധു നദീജലം തടസ്സപ്പെടുത്തിയാൽ ആക്രമണമായി കണക്കാക്കുമെന്നും ആദ്യം ആക്രമണം നടത്തുന്ന നയം ഇല്ലെന്നും പാക് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇതിനിടെ ഹാഫിസ് സെയ്ദ് അടക്കമുള്ള ഭീകരർക്ക് പാകിസ്ഥാൻ കനത്ത സുരക്ഷ ഒരുക്കിയതായും റിപ്പോർട്ടുണ്ട്. അറബിക്കടലിൽ പാകിസ്ഥാന്റെ സമുദ്രമേഖല അതിർത്തിക്ക് സമീപത്ത് നാവികാഭ്യാസം നടത്തി ഇന്ത്യൻ നാവികസേന. ഏപ്രിൽ 30 മുതൽ മെയ് 3 വരെ നാവികാഭ്യാസം തുടരും. അത്യാധുനിക വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ഉൾപ്പെടെ സമുദ്രമേഖലയിൽ സേന വിന്യസിച്ചിരിക്കുകയാണ്. ജമ്മുവിലെ അന്താരാഷ്ട്ര അതിർത്തി മേഖലയായ പർഗാനയിലെ പാക് പോസ്റ്റിൽ പാക് പതാക പുനഃസ്ഥാപിച്ചു. 2 ദിവസമായി ഈ പോസ്റ്റ് ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ഇന്ത്യ തിരിച്ചടിക്കും എന്ന് ഭയന്ന് പാകിസ്ഥാൻ പോസ്റ്റ് ഒഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പാക് റേഞ്ചേഴ്സിനാണ് ഈ പോസ്റ്റിന്റെ ചുമതല. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI മേധാവിയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാക്കി പാകിസ്ഥാൻ. ചാരസംഘടനയായ ISIയുടെ മേധാവി അസീം മാലിക്കിനെയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാക്കി നിയമിച്ചത്. ഏപ്രിൽ 22 പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിലാണ് നീക്കമെന്നാണ് വിവരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ UDFനെതിരെ 6000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച പിണറായി വിജയൻ ഇപ്പോൾ വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് എടുക്കുന്നുവെന്ന് VD സതീശൻ പരിഹസിച്ചു. ഉമ്മൻചാണ്ടിയുടെയും UDF സർക്കാരിന്റെയും ഇച്ഛാശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് ജനത്തിന് നന്നായി അറിയാമെന്നും സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വിഴിഞ്ഞം തുറമുഖം ആരുടെ നേട്ടമാണ് എന്നതിനെ ചൊല്ലി പോസ്റ്റർ യുദ്ധം. ഇന്നത്തെ പത്രങ്ങളിൽ 2 വിഴിഞ്ഞം പരസ്യങ്ങളാണ് ഉള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും തുല്യ പ്രാധാന്യം നൽകി സംസ്ഥാന സർക്കാരിന്റെ പരസ്യവും നരേന്ദ്രമോദിക്ക് അഭിവാദ്യവുമായി BJPയുടെ പരസ്യവും ഇന്ന് പത്രങ്ങളിലുണ്ട്. പ്രധാനമന്ത്രിയുടെയും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെയും ചിത്രങ്ങളാണ് BJP പരസ്യത്തിലുള്ളത്. ഇടതുപക്ഷ സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമായതിന് കാരണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയും PB അംഗവുമായ MV ഗോവിന്ദൻ. പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് അംഗീകരിച്ചത് കേന്ദ്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ തന്നെ ക്ഷണിച്ചിട്ടില്ലെന്നും എന്നാലും പങ്കെടുക്കുമെന്നും പദ്ധതിയിൽ കേന്ദ്രത്തിന് അവകാശപ്പെടാൻ ഒന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞം അവകാശവാദ തർക്കം വിവാദമാക്കേണ്ടതില്ലെന്ന് CPM നേതാവ് തോമസ് ഐസക്. കല്യാണം ഒന്നും അല്ലല്ലോ, നാടിനു വേണ്ടിയുള്ള പദ്ധതിയല്ലേ എന്നും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല എന്ന് ആദ്യം പറഞ്ഞുവെന്നും വേണ്ടവിധം ക്ഷണിച്ചില്ല എന്ന് പിന്നീട് തിരുത്തി പറഞ്ഞു എന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം നാടിന് വേണ്ട പദ്ധതിയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
സാർവദേശീയ തൊഴിലാളി ദിനമായ ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ മെയ് ദിന റാലി നടത്തും. സമരത്തിന്റെ 81ാം ദിവസമായ ഇന്ന് രാപ്പകൽ സമരയാത്രയുടെ ഫ്ളാഗ് ഓഫും നടക്കും. യാത്രയുടെ ക്യാപ്റ്റൻ MA ബിന്ദുവിന് പ്രമുഖ ഗാന്ധിയൻ ഡോക്ടർ MP മത്തായി പതാക കൈമാറും. ആശാപ്രവർത്തകരുടെ റിലേ നിരാഹാര സമരം ഇന്ന് 42ാം ദിവസത്തിലേക്ക് കടന്നു. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി. തൃശൂരിൽ ആശമാർക്ക് പ്രതിഷേധ ഓണറേറിയം വിതരണം ചെയ്യുന്ന പരിപാടി ഇന്ന് മല്ലിക സാരാഭായി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. മല്ലിക സാരാഭായിയെ പിന്തിരിപ്പിക്കാൻ സർക്കാർ നീക്കം നടത്തുന്നു എന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ചാൻസലറായാൽ മിണ്ടാതിരിക്കണമോ എന്ന ചോദ്യമുയർത്തി ഫേസ്ബുക്കിൽ മല്ലിക സാരാഭായി പോസ്റ്റിട്ടു. വൈറ്റില സോൺ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയെ ഇന്നലെ കൈക്കൂലി കേസിൽ പിടികൂടിയതിന് പിന്നാലെ കൊച്ചി കോർപ്പറേഷനിലെ വൈറ്റില സോണൽ ഓഫീസിൽ വിജിലൻസ് പരിശോധന. ഓഫീസിലെ മുഴുവൻ രേഖകളും പരിശോധിക്കുമെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സംസ്ഥാനത്തെ RSS അനുഭാവികളായ ജയിൽ ഉദ്യോഗസ്ഥർ റിസോർട്ടിൽ ഒത്തുചേർന്ന സംഭവം ഗൗരവത്തോടെ കാണണമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 18 ഉദ്യോഗസ്ഥരെ ജയിൽ വകുപ്പ് സ്ഥലം മാറ്റി. കുമരകത്തെ റിസോർട്ടിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഒത്തുചേരൽ. എന്നാൽ വിഷയത്തിൽ തുടരന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും പാർട്ടിപരമായിരുന്നില്ല ഒത്തുചേരലെന്നുമാണ് ജയിൽ വകുപ്പിന്റെ വിശദീകരണം. പുലിപ്പല്ല് കേസിൽ വേടനെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി. പെരുമ്പാവൂർ CJM കോടതിയുടെ ജാമ്യ ഉത്തരവിലാണ് പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, വേടന്റെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തിയിട്ടില്ല. നിലവിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. റാപ്പർ വേടനെതിരെ ചില ഉദ്യോഗസ്ഥർ അമിത താൽപര്യമെടുത്ത് ആഘോഷമാക്കിയ രീതി ഒരു തരത്തിലും അഭികാമ്യമല്ലെന്ന് ജോൺ ബ്രിട്ടാസ് MP. വേടന്റെ കഴുത്തിൽ പുലിപ്പല്ല് കണ്ടെത്തിയത് മഹാസംഭവം എന്ന നിലയ്ക്കാണ് പ്രചരിപ്പിക്കപ്പെട്ടതെന്നും ആറ്റം ബോംബ് ഒന്നുമല്ലല്ലോ അതെന്നും അദ്ദേഹം ചോദിച്ചു. വേടൻ പറയുന്ന രാഷ്ട്രീയത്തെ അടിച്ചമർത്താനുള്ള ആയുധമായി ലഹരിക്കേസ് ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന് ഷാഫി പറമ്പിൽ MP. വേടന്റെ ലഹരിയുടെ ഉപയോഗത്തെ പിന്തുണയ്ക്കാൻ കഴിയില്ലെന്നും അതേസമയം അയാൾ പറയുന്ന രാഷ്ട്രീയത്തെ അടിച്ചമർത്താനുള്ള അവസരമായി പലരും നിലവിലെ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുന്നത് ശരിയായ പ്രവണതയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ ദൗർഭാഗ്യകരം എന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. പൊതുസമൂഹത്തിന്റെ വികാരം പരിഗണിക്കാനുള്ള ബാധ്യത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിന്റെ ബോബ് മാർലി ആരോഗ്യവാനായി ഇനിയും കേരളത്തിന്റെ റിഗേ സംഗീത വിപ്ലവം അനസ്യൂതം തുടരണമെന്ന് യാക്കോബായ സഭ നിരണം ഭദ്രാസനം മുൻ അധിപൻ ഗീവർഗീസ് കുറിലോസ്. തനിക്ക് തെറ്റുപറ്റിയെന്നും പുകവലിയും മദ്യപാനവും നല്ല ശീലമല്ലെന്നും തിരുത്തുമെന്നുമുള്ള പ്രസ്താവന വേടനോടുള്ള ഇഷ്ടം 1000 ഇരട്ടി കൂട്ടുന്നുവെന്നും അദ്ദേഹം കുറിച്ചു. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ അനുബന്ധ രേഖകൾ ഉടൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിക്കില്ല. അനുബന്ധ രേഖകളുടെ പേജുകളുടെ ബാഹുല്യം കാരണം കോടതിയിൽ പകർപ്പെടുക്കാൻ സൗകര്യമില്ലെന്ന് വിചാരണ കോടതി അറിയിച്ചു. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പകരം സംവിധാനം ഒരുക്കാമെന്ന് ED അറിയിച്ചെങ്കിലും അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വിചാരണ കോടതി വിസമ്മതിച്ചു. വാണിജ്യാവശ്യങ്ങൾക്കുള്ള 19 കിലോയുടെ പാചകവാതക ഗ്യാസ് സിലിണ്ടറിന്റെ വില കുറച്ചു. 15 രൂപ 50 പൈസയാണ് കുറച്ചത്. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിയടക്കം സമയപരിധി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ വിമർശിച്ച ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകി മലയാളി അഭിഭാഷകൻ. സുപ്രീം കോടതിയിലാണ് മലയാളി അഭിഭാഷകനായ സുഭാഷ് തീക്കാടൻ ഹർജി നൽകിയത്. ജുഡീഷ്യറിക്കെതിരായ പരാമർശത്തിൽ നടപടി വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. പോക്സോ കേസിൽ വിവാഹം പരിഹാരമല്ല എന്ന സുപ്രധാന ഉത്തരവുമായി മദ്രാസ് ഹൈക്കോടതി. 17കാരിയെ പീഡിപ്പിച്ചെന്ന കേസിൽ യുവാവിനെ വെറുതെ വിട്ട നീലഗിരി കോടതി വിധി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് നിരീക്ഷണം. 18 വയസ്സ് പൂർത്തിയാകാത്തവരുമായുള്ള ശാരീരിക ബന്ധം പോക്സോ നിയമപ്രകാരം കുറ്റമാണെന്നും പ്രണയത്തിന്റെ പേരിൽ ഇളവ് നൽകാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി.
നിയമവിരുദ്ധമായി സുഡാൻ സായുധ സേനയ്ക്ക് ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും കൈമാറാനുള്ള ശ്രമം പരാജയപ്പെടുത്തി UAE സുരക്ഷാ ഏജൻസികൾ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നുള്ള ആവശ്യമായ ലൈസൻസ് ഇല്ലാതെയാണ് ഇടനിലക്കാരായി പ്രവർത്തിച്ച് പ്രതികൾ ആയുധം കടത്താൻ ശ്രമിച്ചത്. രാജ്യത്തെ വിമാനത്താവളത്തിലെ ഒരു സ്വകാര്യ ജെറ്റിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത്. ചരിത്രപരമായ കരാർ ഒപ്പിട്ട് അമേരിക്കയും യുക്രൈനും. യുക്രൈനിലെ ധാതുക്കളുടെ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം പങ്കിടാൻ ധാരണ. ലാഭത്തിന്റെ 50% അമേരിക്കയുമായി പങ്കുവയ്ക്കും. ഏറെ നാളത്തെ ചർച്ചകൾക്ക് ഒടുവിലാണ് കരാർ ഒപ്പിട്ടത്. മുംബൈ ഇന്ത്യൻസിന്റെ മലയാളി സ്പിന്നർ വിഘ്നേഷ് പുത്തൂരിന് IPL 2025 സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ കാലിലെ പരിക്കുമൂലം നഷ്ടമാകും. വിഘ്നേഷിന് പകരം രഘു ശർമ്മയെ ടീമിൽ ഉൾപ്പെടുത്തിയതായി മുംബൈ ഇന്ത്യൻസ് അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പവന് ഇന്ന് ഒറ്റയടിക്ക് 1640 രൂപയാണ് കുറഞ്ഞത്. 70,200 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 205 രൂപയാണ് കുറഞ്ഞത്. 8,775 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. സ്വർണ്ണവില 75,000 കടന്നും കുതിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ ഏപ്രിൽ 23 മുതലാണ് സ്വർണ്ണവില ഇടിയാൻ തുടങ്ങിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.